പൂജ ബമ്പർ ഫലം വന്നതോടെ ഭാഗ്യവാനെ തിരയുകയാണ് കേരളം. JC 325526 എന്ന നമ്പറിനാണ് 12 കോടിയുടെ ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത്. കൊല്ലത്തെ ലോട്ടറി ഏജന്റായ ജയകുമാർ ലോട്ടറി സെന്ററിൽ നിന്ന് വിറ്റ ടിക്കറ്റിനാണ് സമ്മാനം എന്ന വിവരമാണ് വരുന്നത്. നമുക്ക് ആ വാർത്തയിലേക്ക് എത്തേണ്ടത്. ഇപ്പോൾ ശിശുക്ഷേമ സമിതിയിലേക്ക് മഹിളാ കോൺഗ്രസ് മാർച്ച് നടത്തുകയാണ്. ഇന്നലെ ക്രൂരമായി കുട്ടിയെ മർദ്ദിച്ചതിൽ പ്രതിഷേധിക്കുകയാണ് ഇപ്പോൾ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ തിരുവനന്തപുരത്ത്. ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഇപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നു. രണ്ടര വയസ്സുള്ള കുഞ്ഞിനോട് കൊടും ക്രൂരത കാണിച്ചതിലാണ് ഇപ്പോൾ മഹിളാ കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. 3 ആയമാർ ഇന്നലെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. കുഞ്ഞിന്റെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ചതിലാണ് പ്രതിഷേധം. കിടക്കയിൽ മൂത്രമൊഴിച്ചതിനാണ് ഇന്നലെ ആയമാർ ഉപദ്രവിച്ചത്. ഇതിൽ പ്രതിഷേധിക്കുകയാണ് ഇപ്പോൾ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ. മാർച്ചിനെ ഇപ്പോൾ പോലീസ് തടഞ്ഞിട്ടുണ്ട്. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നത് കാണാം. ജലപീരങ്കിയും പ്രയോഗിച്ചിരിക്കുന്നു. അജിത, മഹേശ്വരി, സിന്ധു എന്നീ ആയമാരെയാണ് ഇന്നലെ അറസ്റ്റ് ചെയ്തത്. അതിൽ പ്രതിഷേധിച്ച് ഇത്തരത്തിൽ ശിശുക്ഷേമ സമിതിയിലെ മർദ്ദനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് തന്നെയാണ് മഹിളാ കോൺഗ്രസിൻ്റെ പ്രതിഷേധം നമുക്കിപ്പോൾ കാണുന്നത്. ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. റിനു ശ്രീധറാണ് ചേരുന്നത്. വിശദാംശങ്ങളുമായി റിനു, വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നമ്മൾ കാണുന്നത്. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. വിനിത, അല്പസമയം മുമ്പാണ് 2.5 വയസ്സുകാരി അതിക്രൂരമായി ആക്രമിച്ച ശിശുക്ഷേമ സമിതിയിലേക്ക് അല്ലെങ്കിൽ ആ ഓഫീസിലേക്ക് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ മാർച്ചുമായി എത്തിയത്. ഏകദേശം 50ഓളം പ്രവർത്തകർ ഉണ്ടായിരുന്നു. സംഗീത കോളേജിന് മുന്നിൽ ബാരിക്കേഡ് വെച്ച പോലീസ് ഇവരെ ചെറുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതിനിടെ ബാരിക്കേഡ് കടന്ന് മതിൽ തുടരാം. വിനിത, ഈ ബാരിക്കേഡ് വെച്ച് പ്രവർത്തകരെ തടഞ്ഞെങ്കിലും 2 പ്രവർത്തകർ ബാരിക്കേഡ് കടന്ന് അപ്പുറത്തേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. തുടർന്ന് ശിശുക്ഷേമ സമിതിയുടെ ഓഫീസിൻ്റെ മതിൽ ചാടിക്കടക്കാൻ ശ്രമിച്ചെങ്കിലും പോലീസ് ഇവരെ തടഞ്ഞു. ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഒരു പ്രാവശ്യം പോലീസ് ജലപീരങ്കി നിലവിൽ പ്രയോഗിച്ചിട്ടുണ്ട്. പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടില്ല. വനിതാ പ്രവർത്തകർ ഇവിടെ തന്നെ തുടരുകയാണ്. ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അരുൺ ഗോപി രാജിവെക്കണം. അതുപോലെ തന്നെ കുട്ടികൾക്കും സ്ത്രീകൾക്കും കേരളത്തിൽ സുരക്ഷയില്ല. സ്ത്രീ സുരക്ഷ പറഞ്ഞാണ് സംസ്ഥാന സർക്കാർ അധികാരത്തിലേറിയത് എന്ന് അടക്കമുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഈ വനിതാ പ്രവർത്തകർ ഇവിടേക്ക് ഇപ്പോൾ മാർച്ചുമായി എത്തിയത്. ഏകദേശം 50ഓളം പ്രവർത്തകർ ഉണ്ടായിരുന്നു. സംഗീത കോളേജ്, അതായത് ഈ ശിശുക്ഷേമ സമിതിയുടെ അമ്മത്തൊട്ടിന് തൊട്ടിപ്പുറത്തുള്ള സംഗീത കോളേജിന് മുന്നിൽ വെച്ച് തന്നെ ഈ പ്രവർത്തകരെ തടയുവാൻ വേണ്ടി ശ്രമിച്ചു. വീണ്ടും ഇതാ ജലപീരങ്കി പ്രയോഗിക്കുവാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. പക്ഷേ പ്രയോഗിച്ചിട്ടില്ല. വനിതാ പ്രവർത്തകർ ബാരിക്കേഡ് കടന്ന്
അല്ലെങ്കിൽ ബാരിക്കേഡ് മറികടന്ന് അപ്പുറത്തേക്ക് ചാടുന്നത്. വീണ്ടും അവർ 2-3ഓളം പ്രവർത്തകർ ചാറിക്കടന്ന് ശിശുക്ഷേമ സമിതിയുടെ മുന്നിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ്. ഇവരെ തടയുവാൻ വേണ്ടി പോലീസുണ്ട്. പക്ഷേ വനിതാ പോലീസ് കുറവാണ്, പുരുഷ പോലീസ് മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് അവരെ തടയുവാൻ വേണ്ടി കഴിയുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ജലപീരങ്കി രണ്ടാമതും പ്രയോഗിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പക്ഷേ പ്രവർത്തകർ മടങ്ങുവാൻ വേണ്ടി തയ്യാറാകുന്നില്ല. അവർ അവിടെ തന്നെ നിലയുറപ്പിച്ചിരിക്കുന്ന സാഹചര്യമാണ്. ശിശുക്ഷേമ സമിതിയുടെ ഓഫീസിലേക്ക് ഓടിക്കയറിയ പ്രവർത്തകരെ പോലീസ് അവിടെ തടയുന്നുണ്ട്. അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ നടത്തുന്നു. പക്ഷേ പ്രവർത്തകർ പിന്നോട്ടില്ല, മുന്നോട്ട് തന്നെയാണ്. വലിയ രീതിയിൽ മുദ്രാവാക്യം വിളികളുമായി വീണ്ടും ഈ ബാരിക്കേഡിന് മുന്നിൽ പ്രവർത്തകർ തടിച്ചുകൂടുന്ന ഒരു കാഴ്ച. എന്തായാലും വലിയ പ്രതിഷേധം തന്നെയാണ് വനിത, അതായത് മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഇന്നലെയാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. അതായത് ശിശുക്ഷേമ സമിതിയിൽ 2.5 വയസ്സുള്ള പെൺകുട്ടിക്ക് ഈ ജനനേന്ദ്രിയത്തിൽ ഉൾപ്പെടെ മാരകമായിട്ടുള്ള മുറിവേൽപ്പിച്ച് 3 ആയമാർ, അവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അരുൺ ഗോപിയുടെ പരാതിയെ തുടർന്നാണ് ഈ നിയമ നടപടി സ്വീകരിച്ചത്. അവരെ അറസ്റ്റ് ചെയ്ത് ഇന്നലെ തന്നെ കോടതി റിമാൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. എല്ലാ രീതിയിലുള്ള നിയമ നടപടികളുമായി ശിശുക്ഷേമ സമിതി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. എങ്കിലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നത്. ഇന്നലെ തന്നെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു. ഇന്നിപ്പോൾ മഹിളാ കോൺഗ്രസ്, ഇന്നലെ തന്നെ യൂത്ത് കോൺഗ്രസ് ശിശുക്ഷേമ സമിതിയുടെ ഓഫീസിനകത്തേക്ക് എത്തുകയും വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം ഉയർത്തുകയും ചെയ്തിരുന്നു. ഇന്ന് വീണ്ടും മഹിളാ കോൺഗ്രസ് പ്രവർത്തകരാണിത് മൂന്നാമതും ജലപീരങ്കി വനിതാ പ്രവർത്തകർ താഴേക്ക് വീഴുന്ന ഒരു കാഴ്ചയാണ്. എന്തായാലും ജലപീരങ്കി വീണ്ടും പ്രയോഗിച്ചു. വനിതാ പ്രവർത്തകർക്ക് നേരെ അവർ 2 വനിതാ പ്രവർത്തകർ താഴേക്ക് വീഴുന്ന ഒരു സാഹചര്യമാണ്. അവർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. അവരെ മറ്റ് വനിതാ പ്രവർത്തകർ ചേർന്ന് ഉയർത്തി മാറ്റുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്തായാലും 3 തവണ ഇപ്പോൾ പോലീസ് ജലപീരങ്കി ഈ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ അല്ലെങ്കിൽ വനിതാ പ്രവർത്തകർക്കെതിരെ പ്രയോഗിച്ചിട്ടുണ്ട്. വിനീത.